ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് 292 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷം. ശക്തമായി പ്രതിരോധിച്ച INDI സഖ്യത്തിന് 233 സീറ്റുകൾ. NDA മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനവിധി അംഗീകരിക്കുമെന്നും ജനാധിപത്യത്തിന്റെ വിജയമാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. കേരളത്തിൽ 18 സീറ്റുകൾ നേടി UDF. തൃശൂരിൽ ആദ്യ ലോക്സഭാ സീറ്റ് നേടി BJP. LDFന് ആശ്വാസമായി ആലത്തൂർ. വരൾച്ച പ്രതിരോധം, മരുഭൂവൽക്കരണം തടയൽ എന്നിവയിലൂന്നി ഇന്ന് ലോക പരിസ്ഥിതി ദിനം. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ-അയർലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ 292 സീറ്റുകളിൽ NDA വിജയിച്ചു. INDI സഖ്യം 233 സീറ്റുകളിലും ജയിച്ചു. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ 3,64,422 വോട്ടുകൾക്കും റായ്ബറേലിയിൽ 3,90,030 വോട്ടുകൾക്കും ജയിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ 7 ലക്ഷത്തിലേറെ വോട്ടുകൾക്കും പർഷോത്തം രൂപാല 4 ലക്ഷത്തിലേറെ വോട്ടുകൾക്കും വിജയിച്ചു. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, അർജുൻ റാം മേഘ്വാൾ, ഭൂപേന്ദ്ര യാദവ്, പ്രഹ്ലാദ് ജോഷി, അനുരാഗ് സിംഗ് ഠാക്കൂർ, സർബാനന്ദ സോനോവാൾ, കിരൺ റിജിജു എന്നിവരും വിജയിച്ച പ്രമുഖരിൽ ഉൾപ്പെടുന്നു. അതേസമയം അമേഠിയിൽ നിന്നും ജനവിധി തേടിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പരാജയപ്പെട്ടു. കേന്ദ്രത്തിൽ NDA മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കുന്നത് ഉറപ്പാണെന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ BJP ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJPയിലും NDAയിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായതെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. മികച്ച വിജയം നേടിയ NDA വീണ്ടും അധികാരത്തിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളുടെ തീരുമാനമാണെന്നും വിധി അംഗീകരിക്കുന്നതായും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. ഇത് ജനങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും വിജയമാണെന്നും ഖർഗെ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ്, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. BJP ഉയർത്തിയ കനത്ത വെല്ലുവിളികൾക്കിടയിലും INDIA സഖ്യം മികച്ച പ്രകടനം കാഴ്ചവച്ചതായി തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ കണക്കുകൾ പുറത്തുവന്നപ്പോൾ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ UDF 18ഇടത്തും LDF 1ഇടത്തും NDA 1 സീറ്റിലും വിജയിച്ചു. വിശദാംശങ്ങളിലേക്ക്. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് UDFന്റെ ശശി തരൂർ 16,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ കനത്ത പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും തുടർച്ചയായ 4ാം വട്ടവും വിജയം ശശി തരൂരിന് തേടിയെത്തുകയായിരുന്നു. ആറ്റിങ്ങലിൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ UDFന്റെ അടൂർ പ്രകാശ് 684 വോട്ടുകൾക്ക് മുന്നിലെത്തി. LDFന്റെ വി ജോയ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് പിന്നിലായത്. പോസ്റ്റൽ വോട്ടുകളുടെ റീകൌണ്ടിംഗിന് ശേഷമാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വിജയമുറപ്പിച്ചത്. തൃശൂരിൽ 74,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി NDAയുടെ സുരേഷ് ഗോപി ചരിത്ര വിജയം സ്വന്തമാക്കി. തൃശൂരിൽ LDF 2ാമതും UDF 3ാമതുമാണ്. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി 3.5 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കി. കൊല്ലത്ത് UDFന്റെ NK പ്രേമചന്ദ്രൻ 1,48,000-ലേറെ വോട്ടുകളുടെ ലീഡിലാണ് ജയിച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPM വിജയിച്ച ഏക സീറ്റായ ആലപ്പുഴയിൽ UDFന്റെ KC വേണുഗോപാൽ 60,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മാവേലിക്കരയിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച LDFന്റെ CA അരുൺകുമാറിനെതിരെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ചു. പത്തനംതിട്ടയിൽ UDFന്റെ ആന്റോ ആന്റണി 66,000-ലേറെ വോട്ടുകൾക്കും കോട്ടയത്ത് UDFന്റെ ഫ്രാൻസിസ് ജോർജ് 87,000-ഓളം വോട്ടുകൾക്കും വിജയിച്ചു. ഇടുക്കിയിൽ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ ഡീൻ കുര്യാക്കോസ് 1,30,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ചു. എറണാകുളത്ത് UDFന്റെ ഹൈബി ഈഡൻ 2.5 ലക്ഷത്തോളം വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ചാലക്കുടിയിൽ UDFന്റെ ബെന്നി ബെഹനാൻ 60,000-ലേറെ വോട്ടുകൾക്കാണ് ജയിച്ചത്. ആലത്തൂരിൽ UDFന്റെ സിറ്റിംഗ് MP രമ്യ ഹരിദാസിനെതിരെ LDFന്റെ K രാധാകൃഷ്ണൻ 19,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പാലക്കാട് UDFന്റെ VK ശ്രീകണ്ഠൻ 75,000-ഓളം വോട്ടിന്റെ ലീഡിൽ ജയിച്ച് മണ്ഡലം നിലനിർത്തി. പൊന്നാനിയിൽ UDFന്റെ അബ്ദുസമദ് സമദാനി 2,30,000-ലേറെ വോട്ടുകൾക്കും മലപ്പുറത്ത് UDFന്റെ ET മുഹമ്മദ് ബഷീർ 2,98,000-ലേറെ വോട്ടുകൾക്കും വിജയിച്ചു.
കോഴിക്കോട് UDFന്റെ MK രാഘവൻ 1,40,50,000 പരം വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ വടകരയിൽ LDF സ്ഥാനാർത്ഥിയായ KK ശൈലജയോട് ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച UDFന്റെ ഷാഫി പറമ്പിൽ 1,15,000 വോട്ടുകൾക്ക് വിജയിച്ചു. 1,12,000 വോട്ടുകൾക്ക് കണ്ണൂരിൽ UDFന്റെ K സുധാകരനും കാസർഗോഡ് 85,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UDFന്റെ രാജ്മോഹൻ ഉണ്ണിത്താനും വിജയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിൽ UDF തരംഗമെന്ന് UDF കൺവീനർ MM ഹസൻ. മതേതര ജനാധിപത്യത്തിന്റെ യശസ്സുയർത്തിയ തിരഞ്ഞെടുപ്പ് ഫലമാണ് INDA മുന്നണിയുടേതെന്നും ശ്രീ ഹസൻ പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി NDA വൻ വിജയം നേടിയതിൽ അഭിമാനമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിലെ വിജയം ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തിരഞ്ഞെടുപ്പിലെ പരാജയം അംഗീകരിക്കുന്നതായും തെറ്റുകൾ പരിശോധിച്ച് മുന്നോട്ടു പോകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. തമിഴ്നാട്ടിൽ 39 ലോക്സഭാ സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ DMK കോൺഗ്രസ് സഖ്യം എല്ലാ സീറ്റുകളിലും വിജയിച്ചു. DMK 22 സീറ്റുകളിലും കോൺഗ്രസ് 9 സീറ്റുകളിലും CPIM-ഉം CPI-യും VCK-യും 2 സീറ്റുകളിൽ വീതവും ജയിച്ചു. MDMK-യും മുസ്ലിം ലീഗും ഓരോ സീറ്റുകളിൽ ജയം നേടി. കർണാടകയിലെ 28 ലോക്സഭാ സീറ്റുകളിൽ 17ഇടത്ത് BJP-യും 9 മണ്ഡലങ്ങളിൽ കോൺഗ്രസും JDS 2 സീറ്റുകളിലും വിജയിച്ചു. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിൽ TDP 16 സീറ്റുകളിലും സഖ്യകക്ഷിയായ BJP 3 മണ്ഡലങ്ങളിലും ഭരണകക്ഷിയായ YSR കോൺഗ്രസ് 4 മണ്ഡലങ്ങളിലും ജയിച്ചു. തെലങ്കാനയിലെ 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP-യും കോൺഗ്രസും 8 വീതം സീറ്റുകളിലും ഹൈദരാബാദിൽ AIMIM-ഉം വിജയം നേടി. ഗോവയിലെ 2 മണ്ഡലങ്ങളിൽ BJP-യും കോൺഗ്രസും ഓരോ സീറ്റുകളിൽ ജയിച്ചു. ലക്ഷദ്വീപിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഹംദുള്ള സെയ്ദ് 2,600-ലേറെ വോട്ടുകൾക്ക് സിറ്റിംഗ് MPയും NCP ശരത് പവാർ പക്ഷ നേതാവുമായ PP അബ്ദുൾ ഫൈസലിനെ പരാജയപ്പെടുത്തി. ആന്ധ്രാപ്രദേശ് ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷികൾ കനത്ത പരാജയം ഏറ്റുവാങ്ങി. ആന്ധ്രാപ്രദേശിൽ ഭരണകക്ഷിയായ YSR കോൺഗ്രസിനെ TDP BJP JSP സഖ്യം പരാജയപ്പെടുത്തി. ഭരണകക്ഷിയായ YSR കോൺഗ്രസിന് 10 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. ഒഡീഷയിൽ 2 ദശാബ്ദങ്ങൾ പിന്നിട്ട BJD ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് BJP സംസ്ഥാനത്ത് ഭൂരിപക്ഷം നേടിയത്. 147 നിയമസഭാ മണ്ഡലങ്ങളിൽ 78 സീറ്റുകളിൽ BJP-യും ഭരണകക്ഷിയായ ബിജു ജനതാദൾ 51 ഇടങ്ങളിലും കോൺഗ്രസ് 14 മണ്ഡലങ്ങളിലും വിജയിച്ചു. ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, തെലങ്കാന, ഉത്തർപ്രദേശ്, ത്രിപുര, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 25 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകളിൽ BJP-ക്ക് ജയം. കോൺഗ്രസ് 7-ഉം സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും 2 വീതവും സീറ്റുകളിൽ നേടി. CPIM, ML, JMM, BAP പാർട്ടികൾ ഓരോ സീറ്റുകളിൽ വിജയിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനും അതിനായി കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമായി 1972 മുതൽ ജൂൺ 5 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ലോക പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ഭൂമി വീണ്ടെടുക്കൽ, മരുഭൂവൽക്കരണം തടയൽ, വരൾച്ച പ്രതിരോധം എന്നതാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിന പ്രമേയം. ആഗോളതലത്തിലെ പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് സൌദി അറേബ്യ ആതിഥേയത്വം വഹിക്കും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ പച്ചത്തുരുത്തുകളുടെ വ്യാപനത്തിനായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ബൃഹത് ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് അയർലൻഡിനെ നേരിടും. ന്യൂയോർക്കിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഡാലസിലെ ഗ്രാൻഡ് പ്രയറി സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നേപ്പാളിനെ 6 വിക്കറ്റിന് നെതർലാൻഡ്സ് പരാജയപ്പെടുത്തി. ബ്രിഡ്ജ് ടൌണിൽ നടന്ന ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് മത്സരം 10 ഓവറിന് ശേഷം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. നീറ്റ് UG പരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. exams.nta.ac.in/neet എന്ന വെബ്സൈറ്റിൽ പരീക്ഷാഫലം ലഭ്യമാണ്. കഴിഞ്ഞ മാസം 5-നാണ് നീറ്റ് UG പരീക്ഷ നടന്നത്. കേരളത്തിലെ കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് 292 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷം. ശക്തമായി പ്രതിരോധിച്ച INDI സഖ്യത്തിന് 233 സീറ്റുകൾ. NDA 3-ാം തവണയും സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനവിധി അംഗീകരിക്കുമെന്നും ജനാധിപത്യത്തിന്റെ വിജയമാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. കേരളത്തിൽ 18 സീറ്റുകൾ നേടി UDF.
തൃശൂരിൽ ആദ്യ ലോക്സഭാ സീറ്റ് നേടി ബിജെപി, എൽഡിഎഫിന് ആശ്വാസമായി ആലത്തൂർ. വരൾച്ച പ്രതിരോധം, മരുഭൂവൽക്കരണം തടയൽ എന്നിവയിലൂന്നി ഇന്ന് ലോക പരിസ്ഥിതി ദിനം. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ-അയർലൻഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.